ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ വേട്ട ഇപ്പോഴും അവസാനിക്കുന്നില്ല. കഴിഞ്ഞ ദിവസം 2 ഹിന്ദുക്കൾക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത്. ഒരാളെ വെടിവെച്ചു കൊന്നു, മറ്റൊരാളെ പെട്രോൾ ഒഴിച്ച് കത്തിച്ചു. ജീവന് വേണ്ടി ഇപ്പോൾ അയാൾ ആശുപത്രിയിൽ മല്ലിടുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. എന്താണ് ബംഗ്ലാദേശിൽ വീണ്ടും വീണ്ടും ഇത്തരത്തിലുള്ള പ്രകോപനത്തിന് അവർ ശ്രമിക്കുന്നത്? ഇന്ത്യയാണോ ടാർഗറ്റ്? അതായത് അവിടെ ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. യൂനുസിനെ അവർ പ്രതിഷ്ഠിച്ചിരിക്കുകയാണ്. യൂനുസിനെ പ്രധാനമന്ത്രിയാക്കാനായിട്ട് അവർക്ക് സൗകര്യമില്ല. അപ്പോൾ അതുകൊണ്ട് മുഖ്യ ഉപദേശി എന്ന് പറഞ്ഞിട്ട് ജമാഅത്തെ ഇസ്ലാമി അയാളെ അവിടെ കസേരയിൽ ഇരുത്തിയിരിക്കുന്നു. അയാൾക്ക് മര്യാദയ്ക്ക് ഒരു ഔദ്യോഗിക വസതിയോ ഒന്നും കൊടുത്തിട്ടില്ല. ഒരു ഗസ്റ്റ് ഹൗസിൽ താമസമൊക്കെ ആയിട്ട് അങ്ങനെ കഴിഞ്ഞു പോകുന്നു. അപ്പോൾ ഇന്ത്യ വലിയ നയതന്ത്രമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കാണിച്ചത്. നമ്മുടെ വിദേശകാര്യമന്ത്രി ജയശങ്കർ പോയിട്ട് മോദിയുടെ ഒരു അനുശോചന സന്ദേശം താരിഖ് റഹ്മാനെ ഏൽപ്പിച്ചു. ഉമ്മയുടെ മരണത്തിൽ നമുക്ക് ദുഃഖമുണ്ട് എന്നൊക്കെ ജയശങ്കർ പോയത് തന്നെ വലിയ ഒരു നയതന്ത്ര സംഭവമാണ്. അതുപോലെ പാകിസ്ഥാൻ്റെ ഹൈക്കമ്മീഷൻ, ഡൽഹിയിലുള്ള ഹൈക്കമ്മീഷനിൽ രാജ്നാഥ് സിംഗ് പോയിട്ട്, നമ്മുടെ പ്രതിരോധ മന്ത്രി തന്നെ പോയിട്ട് അവിടെ ആ പുസ്തകത്തിൽ അനുശോചന സന്ദേശം എഴുതി. ഇതൊക്കെ അസാധാരണമാണ് എന്നാണ് റിപ്പോർട്ടുകളിൽ കാണുന്നത്. നമ്മൾ ഈ അവസരം BNP അധികാരത്തിൽ വരണം എന്നുള്ളൊരു വേറെ നിവൃത്തിയില്ല. കാരണം അവാമി ലീഗിനെ നിരോധിച്ചിരിക്കുകയാണ് അവിടെ. അപ്പോൾ ജനാധിപത്യ മാർഗങ്ങളിൽ കൂടിയുള്ള ഏതെങ്കിലും ഒരു ഭരണകൂടം വരണം എന്നുള്ളതാണ് നമ്മുടെ താല്പര്യം. അപ്പോൾ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണം നടക്കുന്നത് കൊണ്ട് ഹിന്ദുക്കളെ തെരഞ്ഞു പിടിച്ച് വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. ഇന്നലെ ഒരു ഹിന്ദു ബിസിനസ്സുകാരനെ ശരീയത്പൂരിൽ പെട്രോൾ വെച്ച് കത്തിച്ചു. ഗൊക്കോൺ ചന്ദ്രദാസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ ഈ പുതുവത്സര തലേന്ന് രാത്രി ആണ് ഇത് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം കിയോർ ഭംഗയിൽ ഒരു ഫാർമസി നടത്തുന്ന ആളാണ്, ഫാർമസി ബിസിനസ്സിൽ. വീട്ടിലേക്ക് അന്നത്തെ കച്ചവടമൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുമ്പോഴാണ് ഇയാളെ പിടിച്ചിട്ട് പലതവണ കുത്തി, നെഞ്ചത്തും മുഖത്തും ഒക്കെ കുത്തി. 50 വയസ്സാണ് ഇയാൾക്കുള്ളത്. ഈ കുത്തിയ ശേഷം പെട്രോൾ വെച്ച് കത്തിച്ചു. നേരത്തെ ഒരു ഹിന്ദുവിനെയും അങ്ങനെ മരത്തിൽ കെട്ടിത്തൂക്കി പെട്രോൾ ഒഴിച്ച് കത്തിച്ചല്ലോ, അത് ആവർത്തിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പെട്രോൾ ഒഴിച്ച് കത്തിച്ചത്. ഇദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് ഓടി ഒരു കുളത്തിൽ ചാടി. ഇദ്ദേഹം കുളത്തിൽ ചാടിക്കഴിഞ്ഞപ്പോൾ നാട്ടുകാരൊക്കെ ഓടിക്കൂടി ഈ കുളത്തിൽ നിന്നെടുത്ത് അദ്ദേഹത്തിനെ ആശുപത്രിയിലാക്കുകയാണ് ചെയ്തത്. ആദ്യം ഒരു ചെറിയ ആശുപത്രി കൊണ്ടുപോയി. ഇപ്പോൾ ധാക്ക മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അദ്ദേഹം മരണത്തിനോട് മല്ലടിക്കുന്നു. മുഖം, വലതു കൈ ഒക്കെ പൊള്ളി ഏറ്റവും ഈ വല്ലാത്തൊരു സ്റ്റേജിലാണ് അദ്ദേഹം ഉള്ളത്. ഈ കട കൊള്ളയടിക്കാനായിട്ട് ഒരു സംഘം എത്തി. അപ്പോൾ അതിൽ ഒരാളെ ഈ ദാസ് തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ പോലീസിന് പറഞ്ഞു കൊടുക്കാൻ പറ്റുമല്ലോ. അങ്ങനെയാണ് അവര് ആക്രമിച്ചത്. ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കിടയിൽ ആക്രമിക്കപ്പെടുന്ന 4ാമത്തെ ഹിന്ദു ആണ് അദ്ദേഹം. ഇതിനു മുമ്പ് മൈമൺസിംഗില് ബജേന്ദ്ര ബിശ്വാസ് എന്ന് പറഞ്ഞ ഹിന്ദുവിനെ ആക്രമിച്ചിരുന്നു അവര്. അപ്പോൾ ഇദ്ദേഹം ഈ ബജേന്ദ്ര ബിശ്വാസിനെ 2 ദിവസം മുമ്പ് ആണ് ആക്രമിച്ചത്. ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള അൻസർ എന്ന് പറഞ്ഞ അർദ്ധ സൈനിക വിഭാഗത്തിലെ അംഗമാണ് അദ്ദേഹം. അപ്പോൾ തിങ്കളാഴ്ച വൈകിട്ടാണ് അദ്ദേഹത്തിനെ ആക്രമിച്ചത്. സുൽത്താന സ്വെറ്റേഴ്സ് എന്ന് പറഞ്ഞ കമ്പനിയിലാണ് ജോലി, മെഹ്റാബാഡയിൽ. 40 വയസ്സാണ്. അപ്പോൾ സെക്യൂരിറ്റിക്കായി അവിടെ 1/2 ഡസൻ അൻസാർ അംഗങ്ങളെ, അൻസാർ എന്ന് പറഞ്ഞ സംഘടന ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിലുള്ള സെക്യൂരിറ്റി സംഘടനയാണ്. 1/2 ഡസൻ അൻസാർ അംഗങ്ങൾ ഈ തുണി ഫാക്ടറിയിൽ സെക്യൂരിറ്റി ജോലി ചെയ്യുന്നുണ്ട്. ഇയാളുടെ സഹപ്രവർത്തകനായ നോമിയാൻ മിയ എന്ന് പറഞ്ഞ മുസ്ലിം സഹപ്രവർത്തകനാണ് ഇയാളെ വെടിവെച്ചത്. അയാളും അൻസാർ അംഗമാണ്. അയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് അപകടത്തിൽ സംഭവിച്ചതാണെന്നാണ് ഔദ്യോഗിക വേർഷൻ. ഈ വെടി, നിന്നെ ഞാൻ വെടിവെച്ചാൽ നീ എന്ത് ചെയ്യും, നീ സഹപ്രവർത്തകൻ ചോദിച്ചു എന്ന്. എന്നിട്ട് കാഞ്ചി ഇങ്ങനെ
വലിച്ചപ്പോൾ അബദ്ധത്തിൽ പിടിപൊട്ടിയതാണ് എന്നാണ് ഔദ്യോഗിക ഭാഷ്യം. അപ്പോൾ ഇവരടുത്തടുത്ത് ഇരുന്നിരുന്ന ആളുകളാണ്. അപ്പോൾ ഇടത് തോളിൽ വെടിയേറ്റു ആദ്യം, പിന്നെ ആണ് ഈ തലയിലും ഒക്കെ വെടിയേറ്റത്. ഇത് നോർത്ത് സെൻട്രൽ ബംഗ്ലാദേശിലാണ് ഈ സംഭവം. ഇതല്ലാതെ കഴിഞ്ഞ ദിവസങ്ങളിൽ ദിബു ചന്ദ്രദാസിനെ കൊന്നിരുന്നു. ദിബു ചന്ദ്രദാസിനെയാണ് ആ മരത്തിൽ കെട്ടിത്തൂക്കിയത്. 28 വയസ്സുള്ള അദ്ദേഹം തുണി ഫാക്ടറിയിലാണ് ജോലി ചെയ്യുന്നത്. പൈനിയർ നിറ്റ് വെയേഴ്സ് എന്ന് പറഞ്ഞ ബലൂക്ക എന്ന് പറഞ്ഞ സ്ഥലത്ത്. പിന്നെ അമൃത് മണ്ഡൽ എന്ന് പറഞ്ഞ ഹിന്ദുവിനെ ഇതുപോലെ തന്നെ ആക്രമിച്ചിരുന്നു. അത് രാജ്ബാഡി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ ഹിന്ദുക്കൾക്കെതിരായ വേട്ട, ഹിന്ദു വേട്ട അവിടെ നിരന്തരം. ഹാദി എന്ന് പറഞ്ഞൊരാൾ കൊല്ലപ്പെട്ടിരുന്നല്ലോ. ഹാദിയെ കൊന്നത് കരീം എന്ന് പറഞ്ഞൊരാളാണെന്ന് പറഞ്ഞിരുന്നു. കരീം ദുബായിൽ പൊങ്ങി. കരീം പറഞ്ഞു, ഞാനൊന്നുമല്ല ഹാദിയെ കൊന്നത്, ജമാഅത്തെ ഇസ്ലാമി തന്നെയാണ് അയാളെ കൊന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയിലൊന്നും മേഘാലയയിലേക്ക് കടന്നിരുന്നു ഹാദിയെ കൊന്ന ആളുകളിൽ നിന്നും അവിടെ മാധ്യമങ്ങൾ പറഞ്ഞിരുന്നു. ഇന്ത്യയിലേക്കൊന്നും ആരും കടന്നിട്ടില്ല. ആളിപ്പോൾ ദുബായിലാണ് ഈ കൊലയാളി ഉള്ളത് എന്നാണ് മാധ്യമങ്ങൾ പറഞ്ഞത്. കൊലയാളി 2 വീഡിയോ ചെയ്തു. ഞാനല്ല ചെയ്തത്, ജമാഅത്തെ ഇസ്ലാമിയാണ് ചെയ്തതെന്ന്. എന്ന് പറഞ്ഞാൽ എല്ലാം ചെയ്യുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ കൈകളിൽ അല്ലെങ്കിൽ അതിൻ്റെ കരാളഹസ്തങ്ങളിൽ അമർന്നു പോയ ഒരു ജനതയാണ് ബംഗ്ലാദേശ് എന്ന് പറയുന്നത് ഇപ്പോൾ. കാരണം കലാപം അവർ ക്യാമ്പസിൽ സൃഷ്ടിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നത് ഒരു വിപ്ലവമാണ് എന്ന് വ്യാഖ്യാനിച്ച കേരളത്തിൽ ജമാഅത്തെ ഇസ്ലാമിയാണ്. ബംഗ്ലാദേശിൽ വലിയ ക്യാമ്പസ് വിപ്ലവം നടക്കുകയാണ്. ജിഹാദാണെന്നാണ്. അതെ, അത് ഞാൻ പറയുന്നത്. അപ്പോൾ അതിൻ്റെ പിന്നിൽ അവർ ശക്തമായ രീതിയിൽ പ്രവർത്തിക്കുന്നതെന്ന് മാത്രമല്ല, ആ കലാപം കഴിഞ്ഞതിന് ശേഷം ജയിലുകളെല്ലാം തുറന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ എല്ലാ തടവുകാരെയും പുറത്തു വിട്ടിരുന്നു. അപ്പോൾ അവരാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ബംഗ്ലാദേശ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് നമ്മളെ വിദേശകാര്യമന്ത്രി ജയശങ്കർ അവിടെ പോയി എന്ന് ചോദിച്ചാൽ അസാധാരണമായിട്ടുള്ള ഒരു ദൗത്യ നിർവഹണത്തിൻ്റെ ഭാഗമായിട്ടാണ്. കാരണം നമ്മളുടെ ഒരു താല്പര്യം ഈ ജമാഅത്തെ ഇസ്ലാമി അല്ല അവിടെ അധികാരത്തിൽ വരേണ്ടത്. അവിടെ ജനാധിപത്യ സർക്കാർ വരണം, BNPയുടെ നേതൃത്വത്തിൽ സർക്കാർ ഉണ്ടാകുകയും ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധം പഴയതുപോലെ സൗഹാർദ്ദകരമായി മാറ്റി തീർക്കണം എന്നുള്ളതാണ്. അതിനുവേണ്ടി തന്നെയാണ് ഈ പ്രത്യേക ഘട്ടത്തിൽ രാജ്നാഥ് സിംഗ് ആയാലും അതേപോലെ തന്നെ ജയശങ്കറും ഈ കാര്യത്തിൽ ഇടപെട്ടെന്ന് ഞാൻ കരുതുന്നത്. കാരണം ഇന്ത്യക്ക് അല്ലെങ്കിൽ വലിയ തലവേദനയായിരിക്കും. ജമാഅത്തെ ഇസ്ലാമി അവിടെ ഭരിക്കാൻ കയറി കഴിഞ്ഞാൽ അവർക്ക് ഈ 24 മണിക്കൂറും ചിന്ത ഇന്ത്യയെ ഉപദ്രവിക്കുക എന്നുള്ളത് തന്നെയായിരിക്കും. അതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന എന്നുവെച്ചാൽ അവർ അവിടുത്തെ മനുഷ്യരുടെ മനസ്സിനകത്ത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു വെറുപ്പിൻ്റെ വളരെ ശക്തവും തീവ്രവുമായിട്ടുള്ള പ്രതിഫലനമാണ് ഈ ഹിന്ദു വേട്ടയിൽ. ഹിന്ദുക്കൾ മാത്രമല്ല, അവർ സിഖുകാരെ, ക്രിസ്ത്യാനികളെ, പിന്നെ കുറച്ച് കമ്മ്യൂണിസ്റ്റുകാരൊക്കെ അവിടെ ഉണ്ട്, അവരെ ഒക്കെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. കാരണം അവരുടെ ഒരു പോളിസിയായിട്ട് അവർ കണക്കാക്കി വെച്ചിരിക്കുകയാണ്. മാത്രമല്ല ഒരു ഭ്രാന്ത് പോലെ അവരുടെ ഈ കൂലിപ്പട്ടാളത്തെ അതിന് വേണ്ടിയിട്ട് പാകപ്പെടുത്തിയെടുത്തിരിക്കുന്നു. ഇതാണ് ഇപ്പോൾ അവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒരു പൊളിറ്റിക്കൽ വിഷൻ എന്ന് പറയുന്നത് അവിടെ ഒരു ഡെമോക്രാറ്റിക് ഗവൺമെൻറ് ഉണ്ടാവുക എന്നുള്ളതാണ്. ഇപ്പോൾ ജനാധിപത്യ സർക്കാർ വന്നാൽ നമുക്ക് അവരുമായിട്ട് സംവാദം നടത്താനായിട്ടുള്ള സാധ്യതയുണ്ട്. ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ സംഘമാണ് വരണമെങ്കിൽ സംവാദം പോലും സാധ്യമല്ലാതായിത്തീരും. അതാണ് പ്രശ്നം. ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ ഈ ആവശ്യം എന്ന് പറയുന്നത് വീണ്ടും അവിടെ ഭരണത്തിലേക്ക് എത്തുക, അല്ലെങ്കിൽ ഇനി അടുത്ത ഫെബ്രുവരിയിൽ മറ്റ് പാർട്ടികളെ അതിജീവിച്ച് മുന്നേറുക എന്നൊക്കെയുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബാക്കിയുള്ള ജനങ്ങളുടെ മുഴുവൻ സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഹിന്ദുക്കളെ അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളെയൊക്കെ ഉപദ്രവിക്കുന്നത്. ബുദ്ധമതക്കാർക്ക് നേരെയും ക്രൈസ്തവർക്ക് നേരെയൊക്കെ ഈ ആക്രമണം ഉണ്ടല്ലോ. അവരുടെ ഒരു ടാർഗറ്റ് എന്തായിരിക്കും? ഇത് ഈ യൂനുസ് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ജൂലൈയിൽ ഈ വിദ്യാർത്ഥി പ്രക്ഷോഭം നടന്നിട്ടുണ്ട്. ആ ജൂലൈയിലെ വിദ്യാർത്ഥി പ്രക്ഷോഭം എന്ന് വെറുതെ പറയുന്നതാണ്. ജമാഅത്തെ ഇസ്ലാമിക്കാരാണ് വിദ്യാർത്ഥികളുടെ വേഷത്തിലൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അത് വിദ്യാർത്ഥി പ്രക്ഷോഭം എന്ന് പറയുന്നത് തെറ്റാണ്. ജമാഅത്തെ ഇസ്ലാമി പ്രക്ഷോഭം, ജൂലൈയിൽ നടന്ന ജമാഅത്തെ ഇസ്ലാമി പ്രക്ഷോഭ കാലത്തും ഹിന്ദുക്കൾ ആക്രമിക്കപ്പെട്ടു, ക്ഷേത്രങ്ങൾ ആക്രമിക്കപ്പെട്ടു. പിന്നെ ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിൻ്റെ സന്യാസിയൊക്കെ പിടിച്ച് തടവിലൊക്കെ ആക്കി. അയാൾക്ക് വേണ്ടി വാദിക്കാൻ പോയ വക്കീലിൻ്റെ കാല് തല്ലി ഒടിച്ച് അയാൾ ആശുപത്രിയിലായി. അങ്ങനെ വക്കീൽമാർ, ഹിന്ദുക്കൾക്ക് വേണ്ടി വക്കീൽമാർ ഹാജരാക്കാൻ പറ്റാത്ത സാഹചര്യവും അവിടെ ഉണ്ടാക്കി.
ഇപ്പം അത് ഫെബ്രുവരി 12 തെരഞ്ഞെടുപ്പാണ്. തെരഞ്ഞെടുപ്പ് നടത്തിയേ പറ്റൂ എന്ന് അമേരിക്ക യൂനുസിനോടും ജമാഅത്തെ ഇസ്ലാമിയോടും പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ ഹാദിയെ കൊന്നതുമൊക്കെ ഇപ്പോൾ ഒരു കലാപം അവിടെ ജമാഅത്തെ ഇസ്ലാമി നടത്തിക്കൊണ്ടിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കുറച്ച് കാലത്തേക്ക് നീട്ടിവെച്ച് കിട്ടാനാണ്. കാരണം അമേരിക്കയിൽ നടന്നൊരു സർവേയിൽ BNP അധികാരത്തിൽ വരും എന്ന് കണ്ടിട്ടുണ്ട്. 4% വ്യത്യാസം ജമാഅത്തെ ഇസ്ലാമിയേക്കാൾ മുന്നിലാണ് BNP. മാത്രമല്ല ഇപ്പോൾ ഖലീദ സിയ മരിച്ചല്ലോ, അതിൻ്റെ വേണമെങ്കിൽ ചെറിയ തോതിലൊരു സഹതാപവും ഒക്കെ ഉണ്ടായി എന്നൊക്കെ വരാം. അപ്പോൾ BNP അധികാരത്തിൽ വരുന്നതുകൊണ്ട് തെരഞ്ഞെടുപ്പ് മാറ്റണം എന്നുള്ളത് കൊണ്ടുള്ള ഹിന്ദു വേട്ടയും കൂടിയാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ വിദ്യാർത്ഥികൾ അവിടെ പുതിയ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി, NCP എന്ന് പറഞ്ഞിട്ട്, നാഷണൽ സിറ്റിസൺ പാർട്ടി എന്ന് പറഞ്ഞിട്ട്. ആ പാർട്ടി ജമാഅത്തെ ഇസ്ലാമിയുടെ സഖ്യത്തിൽ കഴിഞ്ഞ ആഴ്ച ചേർന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥി പാർട്ടി സ്വന്തമായിട്ട് അവർക്ക് 7% വോട്ടേ കിട്ടുമായിരുന്നുള്ളൂ എന്ന് സർവേയിൽ കണ്ടിരുന്നു. ജമാഅത്തെ ഇസ്ലാമി അധികാരത്തിൽ വരികയാണെങ്കിൽ ചില മന്ത്രിസ്ഥാനമൊക്കെ ആയിട്ട് നടക്കാമെന്ന് വിചാരിച്ചിട്ട് ജമാഅത്തെ ഇസ്ലാമി സഖ്യത്തിൽ പോയി ഈ പിള്ളേരുടെ പാർട്ടി ചേർന്നു. പക്ഷേ ആ പാർട്ടിയുടെ അകത്ത് അതൊരു പിളർപ്പ് സൃഷ്ടിച്ചിരിക്കുകയാണ് ഇപ്പോൾ. കാരണം കുറേ പേര് നമ്മൾ സ്വന്തമായി പാർട്ടി ഉണ്ടാക്കിയത് ജമാഅത്തെ ഇസ്ലാമിയുടെ കൂടെ സഖ്യത്തിൽ പോയി ചേരാനാണോ എന്ന് ചോദിച്ച് കുറേ പേര് വിഘടിച്ച് അവർ BNP സഖ്യത്തിൻ്റെ കൂടെയൊക്കെ നിൽക്കാൻ സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ടൊരു ഫ്ലൂയിഡ് സിറ്റുവേഷൻ അവിടെ നിൽപ്പുണ്ട്. ഇപ്പോഴത്തെ നിലയ്ക്ക് BNPക്ക് അവിടെ ഒരു സാധ്യതയുണ്ട്. അതിലാണ് ഇന്ത്യക്ക് താല്പര്യം. മാത്രമല്ല ഹിന്ദു വേട്ട ഇങ്ങനെ തുടരുന്നത് നമുക്ക് അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല. നമുക്ക് ചിലപ്പോൾ സൈനികമായിട്ട് ഇടപെടേണ്ടി വരും. ഇപ്പോൾ RSSും അങ്ങനെ ഒരു നിലപാടെടുത്തല്ലോ. ഇന്ത്യ അത് ഈ ഹിന്ദു വേട്ട നോക്കിക്കൊണ്ടിരിക്കരുത് എന്ന് മോഹൻ ഭാഗവതും ഒക്കെ പറഞ്ഞില്ലേ. അപ്പോൾ അതുകൊണ്ട് സൈനികമായ നടപടി ഒഴിവാക്കാനും അവിടെ BNP അധികാരത്തിൽ വരുന്നതാണ് നല്ലത്. ഹിന്ദു വേട്ട അവസാനിപ്പിക്കാനും അതാണ് നല്ലത്. നമുക്ക് നോക്കിയിരുന്ന് കാണാം. ഏതായാലും ഇത് വളരെ വേഗത്തിൽ തന്നെ ഒരു തീരുമാനം ഇക്കാര്യത്തിൽ ഉണ്ടാകുമല്ലോ. പക്ഷെ എനിക്ക് തോന്നുന്നത് BNP തന്നെയാണ് അധികാരത്തിൽ വരാനുള്ള സാധ്യത. കാരണം ഇന്ത്യയുടെ ഒരു ആഗ്രഹം എന്നതുകൂടി ഈ സന്ദർശനത്തിലൂടെ ബംഗ്ലാദേശി ജനതയ്ക്ക് നമ്മൾ നൽകിയിട്ടുണ്ട്. അതും കൂടി അതിൻ്റെ അകത്തൊരു ഭാഗമാണ്. ശരി, അത് കാത്തിരുന്ന് കാണാം. പ്രേക്ഷകരോട് ഒരു അഭ്യർത്ഥനയുണ്ട്. ABC-ക്ക് ഒരു ഹിന്ദി ചാനൽ കൂടിയുണ്ട്. അത് കേരളത്തിന് മാത്രമല്ല, ABC ഭാരതത്തിന് തന്നെ ഒരു ജാലകമാകണം എന്ന ആഗ്രഹത്തിൽ നമ്മൾ കുറച്ചു കാലമായി ഈ ഹിന്ദി ചാനൽ തുടങ്ങിയിട്ട് നന്നായിട്ട് പോകുന്നു. അതും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.